സൂരജിനെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അതുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. സൂരജിനെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെങ്കിലോ? വേണ്ട, സമ്മതിക്കണ്ട. ഞാനിപ്പോ ആരെയും വിവാഹം കഴിക്കാതിരുന്നാ പോരെ? നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ നടക്കില്ല. നിങ്ങളെ എതിർത്ത് വിദ്യമോളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പൊ അവളോടൊന്നും പറയണ്ട. കുറച്ചു ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. എത്ര ദിവസം കഴിഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ തീരുമാനവും മാറില്ല. നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കേ. മോളുടെ മുറിയിലേക്ക് ചെല്ല്. വിദ്യ ചെല്ല്. അവൾ പറഞ്ഞത് കേട്ടില്ലേ മനോജേട്ടാ? ഇവളെ കാണല്ലോ ഇത്രയും കാലം ഞാൻ നോക്കി വളർത്തിയത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. പെറ്റമ്മയുടെ കണ്ണീര് വീഴ്ത്തിട്ട് ഇവൾക്കൊക്കെ നന്നായിട്ട് ജീവിക്കാൻ കഴിയോ? എന്താ ഇത്? തന്നെ ഇങ്ങനൊന്നും പറയല്ലേ. നമ്മളെ ധിക്കരിച്ച് അവള് പോയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? ബാക്കിയൊക്കെ നമുക്ക് പതിയെ പറഞ്ഞ് ശരിയാക്കാം. അവളുടെ മൊബൈലാ എല്ലാത്തിനും കാരണം. അതിൽ വിളിച്ച് മെസ്സേജ് അയച്ചുമായിരിക്കും ബന്ധം ഉറപ്പിക്കുന്നത്. അതാ ആദ്യം വാങ്ങി വെക്കേണ്ടത്. മോനെ, നീ ചെല്ലേ, അല്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത വഴക്കാവും. എന്റെ ഭഗവാനെ, ഇതിനൊരു പരിഹാരം കാണിച്ചു തരണേ എന്റെ കൃഷ്ണ. വിദ്യയും സൂരജും തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടാകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. കാര്യങ്ങൾ അറിഞ്ഞപ്പോ എനിക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. കുട്ടികളുടെ മനസ്സല്ലേ മനോജെ, അത് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിച്ചെന്ന് വരില്ല. എൻ്റെ മക്കളെ എനിക്ക് പരിപൂർണ വിശ്വാസമായിരുന്നു ഹരി. അതുകൊണ്ടാണ് ധന്യയ്ക്ക് മുന്നിൽ ഞാൻ പലപ്പോഴും അവർക്ക് വേണ്ടി തർക്കിച്ചതും വാശി പിടിച്ചതും. അതിപ്പോ എനിക്ക് വിനയെന്ന് വേണം കരുതാൻ. മനോജ് ഇങ്ങനെ വിഷമിക്കാതെ, നമുക്കവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പ്രണയമല്ലേ ഹരി? ആ സമയത്ത് പരസ്പരം നല്ലത് മാത്രമല്ലേ അവർ കാണൂ. തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് മുന്നിൽ തെറ്റുകാരാകുന്നത് രക്ഷിതാക്കളായിരിക്കും. അത് ശരിയാണ്. പക്ഷെ വിദ്യയും സൂരജിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അതിന് കഴിയണം. അല്ലെങ്കിൽ ധന്യയുടെ മുന്നിൽ പോലും ഞാനാകും തെറ്റുകാരൻ. ഇപ്പം തന്നെ വിദ്യയെ ഞാൻ അനാവശ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാ ധന്യ പറയുന്നത്. ധന്യയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാലോ മനോജെ. അപ്പോഴത്തെ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ധന്യ ഓരോന്ന് പറയുന്നതാണ്. അതത്ര കാര്യമാക്കണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ ധന്യ പറയുന്നതാ ശരി. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം അവൾക്ക് കൊടുത്തു. പക്ഷെ എൻ്റെ മകൾ ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ധന്യയും ബീനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്നവരല്ലേ സൂരജും വിദ്യയും. എന്നിട്ടും അവർക്കിടയിൽ ഇങ്ങനൊരു ഇഷ്ടം തോന്നിയത് അത്ഭുതം. അതെ, ബീനയും വലിയ ദേഷ്യത്തിലാ. സൂരജിനെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഹരിയോടായതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം. സൂരജിന്റെ സ്ഥാനത്ത് മറ്റേത് പയ്യനായിരുന്നെങ്കിലും വിദ്യയെ ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. ചെറുപ്പം മുതലേ സൂരജിനെ നമ്മൾ കാണുന്നതല്ലേ. അവൻ്റെ ഓരോ കാര്യങ്ങൾ നേരിൽ കാണുകയും അവന് വേണ്ടി പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങിയവരല്ലേ നമ്മൾ. അതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഞാൻ എങ്ങനെ വിദ്യയുടെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കും? എനിക്ക് മനസ്സിലാവും മനോജെ. മനോജിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. പക്ഷേ ഒന്നുണ്ട്, സൂരജ് ഇപ്പോ പഴയ ആളല്ല. ഒരുപാട് പ്രശ്നങ്ങൾ സൂരജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. എന്ന് കരുതി വിദ്യയും സൂരജും തമ്മിലുള്ള ബന്ധത്തിന് അനുവാദം കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഹരി പറയുന്നതൊക്കെ ശരിയായിരിക്കാം. സൂരജിന് മാറ്റവും ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു വിശ്വാസം കൊണ്ട് വിവാഹം നടത്താൻ പറ്റില്ലല്ലോ ഹരി. ഇതൊരു ചെറിയ കാര്യമല്ല, വിദ്യയുടെ ഭാവിയുടെ കാര്യമാണ്. അപ്പോൾ അവളുടെ രക്ഷിതാവായ ഞാൻ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ
ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരില്ലേ? അത് മാത്രമല്ല, വിവാഹം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രം ഉൾപ്പെടുന്ന ഒന്നല്ല. അത് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരല. അവിടെ പൊരുത്തക്കേടുണ്ടായാൽ ആ ബന്ധം ശാശ്വതമായിട്ട് നിൽക്കില്ല. അത് ശരിയാ. ബീനയും ധന്യയും ഒരിക്കലും ചേരാത്ത രണ്ടുപേരാ. അവരെ ഒന്നിപ്പിക്കാൻ ഇത്രയും വർഷം നമ്മൾ മാറി മാറി ശ്രമിച്ചിട്ടും നടന്നില്ല. ഇനി അത് നടക്കുമെന്നും തോന്നുന്നില്ല. അതെ. ഉഫ്. അതെല്ലാം കൂടെ ഓർത്തിട്ട് ഒരു സമാധാനമില്ല ഹരി. സത്യം പറഞ്ഞാൽ എനിക്ക് വിദ്യയുടെ മുഖത്ത് നോക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒന്നിന്റെ പേരിലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. അതിനുള്ള അവസരവും വിദ്യ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ ഇപ്പോ വിഷമിക്കാതെ. ഇക്കാര്യത്തില് എന്ത് പറഞ്ഞ് മനോജിനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സ്ഥാനം കൊണ്ട് സൂരജ് എനിക്ക് മകനാ. എൻ്റെ മകൻ ചെയ്യുന്ന തെറ്റ് കാരണമാണ് മനോജ് വിഷമിക്കുന്നത്. അതിന് മനോജിനോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും കരുതണ്ട. ഹരിയുടെ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ഈ വിഷയത്തിൽ സൂരജിനെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യവുമില്ല. സൂരജിനെ പോലെ തന്നെ വിദ്യയും ഇക്കാര്യത്തിൽ കുറ്റക്കാരി തന്നെ. പക്ഷെ ഒന്നുണ്ട് ഹരി, നമ്മുടെ കണ്ണിലാണ് ഈ ബന്ധം തെറ്റ്. സൂരജിനും വിദ്യയ്ക്കും ഇതായിരിക്കും ഏറ്റവും വലിയ ശരി. നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ മനോജ് വന്നത്. അതുകൊണ്ട് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം നിശ്ചയിക്കുന്ന ഈശ്വരനല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് തിരുത്താനും മനസ്സിലാക്കിക്കാനും ശ്രമിക്കാനല്ലേ നമ്മൾ രക്ഷിതാക്കൾക്ക് സാധിക്കൂ. ഏതായാലും സൂരജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് ഞാൻ അവനോട് സംസാരിക്കാം. ഹരി, ഈ വിഷയത്തിന്റെ പേരിൽ സൂരജും ഹരിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഉപദേശിക്കുന്നവരെ ശത്രുക്കളായി കാണാൻ തോന്നുന്ന സമയമായത്. മനസ്സിലായി. എന്തായാലും നമുക്ക് നോക്കാം. കാലം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ മീരയെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതെന്താ ഇന്ന് പ്രത്യേകത? ചില പ്രത്യേകതകളുണ്ട്, ഞാൻ പറയാം. സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊരു വലിയ സർപ്രൈസ് ഒന്നും പറയാനില്ല. എങ്കിലും മീരയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാ. ആണോ? മീര ഭഗവാന് വളരെ പ്രിയപ്പെട്ട ആളല്ലേ. മീര മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തിത്തരും. അത് സംഭവിക്കുന്ന കാലത്തിന് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം, എങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. മൂന്തേന്റെ വാക്കുകള് മനസ്സിന് സമാധാനം തരുന്നതാ. എന്നാലും ഞാൻ നല്ല ടെൻഷനിലാ. സൂരജിന്റെയും വിദ്യയുടെയും പ്രശ്നം ഓർത്തിട്ടായിരിക്കും അല്ലേ? അതെ, രണ്ട് വീടുകളിലും അത് വലിയ പ്രശ്നമായിരിക്കാം. അത് അവരും നമ്മളും പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. എന്നാലും അമ്മാവിന്റെ അച്ഛന്റെയും ഭാഗത്തുനിന്ന് ഇത്രയ്ക്ക് എതിർപ്പ് ഞാൻ കരുതിയില്ല. എന്തിനും ഏതിനും വിദ്യയ്ക്കും വിശാലേടിനും ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു അമ്മാവൻ. പക്ഷേ ഈ കാര്യം വന്നപ്പോ ആളാകെ മാറിപ്പോയി. അതങ്ങനെയാണ് മീര. മക്കളുടെ വിവാഹം രക്ഷിതാക്കൾക്ക് വലിയ സ്വപ്നമാണ്. ആ കാര്യം വരുമ്പോ ഏറ്റവും മികച്ചത് തന്നെ വേണം എന്നുള്ള വാശി ഓരോ അച്ഛനമ്മമാർക്കും ഉണ്ടാവും. എന്നാൽ വാശി കാണിച്ച് നടത്തി കൊടുക്കുന്ന ആ വിവാഹം കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവണമെന്നില്ല. അവരുടെ സ്നേഹക്കൂടുതൽ കൊണ്ടാ അവരങ്ങനെ ചെയ്യുന്നത്. അതെ, ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞാൻ അവരുടെ ബന്ധത്തെ എതിർത്തത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. എങ്കിലും സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കട്ടെ മീര, അതാണ് ശരി. ജീവിതം വിദ്യയുടെയും സൂരജിന്റെയുമാണ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് പ്രാധാന്യവും. പിന്നെ അവർ ഒന്നിക്കേണ്ടതാണെങ്കിൽ ആരൊക്കെ എതിർത്താലും അവർ ഒന്നിക്കുക തന്നെ ചെയ്യും. എന്താവൂന്നറിയില്ല. അല്ലെങ്കിലേ ബീനാമ്മ അമ്മായി ശത്രുതയില്ല. ഇതിപ്പോ അത് ഇരട്ടിച്ച സ്ഥിതിയാ. അങ്ങനെ കരുതണ്ട മീര. ഒരുപക്ഷെ കുടുംബങ്ങൾ തമ്മിലുള്ള ആ അകൽച്ച മാറാനാണ് ഈ വിവാഹം കാരണമാകുന്നതെങ്കിലോ? അങ്ങനെ സംഭവിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് സാധിക്കൂ. അതെ, എല്ലാം നന്നായി വരട്ടെ. പക്ഷെ ഒന്നുണ്ട് മീര,
ഒരു പ്രശ്നം വരുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരിക്കും എല്ലാവരുടെയും താല്പര്യം. ഇവിടെയും അത് സംഭവിച്ചു എന്ന് വരാം. പക്ഷെ മീര അതിൽ വിഷമിക്കുകയോ തളരുകയോ ചെയ്യരുത്. മൂന്നേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ വഴിയെ മീരയ്ക്ക് മനസ്സിലായിക്കോളും. ഹേയ്, ഇനി അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. എങ്കിൽ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എന്താന്ന് പറ. അത് മീരയെ കാണാൻ ഒരാൾക്ക് വലിയ ആഗ്രഹം. മീരയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാ. എനിക്ക് മനസ്സിലായി. മൂന്നേട്ടൻ അമ്മയുടെ കാര്യമല്ലേ പറയുന്നത്? അമ്മയെ കാണാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് വരാം. അമ്മയെ കണ്ട് സംസാരിക്കാലോ. അതിന് താൻ വീട് വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അമ്മദാ ആ ക്ഷേത്രത്തിലുണ്ട്. ആണോ? അത് ഭാഗ്യായല്ലോ. ഇനി മിക്ക സമയത്തും അമ്മ ഇവിടെ ഉണ്ടാവും. യാത്രയും മറ്റുമായിട്ട് ഇത്രയും നാൾ തിരക്കായിരുന്നില്ലേ? ഇനി ഭഗവാന് സേവ ചെയ്യണമെന്നാണ് ആഗ്രഹം പറഞ്ഞത്. അതിലും വലിയൊരു ഭാഗ്യം എന്താ മൂന്നേട്ട ഉള്ളത്? ഏതു നേരവും ഭഗവാനെ കണ്ടും പൂജ ചെയ്തും കഴിയാൻ പറ്റുന്നതിൽ പരമൊരു പുണ്യം മനുഷ്യന് കിട്ടാനുണ്ടോ? അതൊക്കെ ഭഗവത് പൂജ പുണ്യമാണെന്ന് കരുതുന്ന മീരയും അമ്മയും പോലുള്ള ഭക്തർക്കല്ലേ അറിയൂ മീര. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു കാര്യമില്ല. അതും ശരിയാ. മനുഷ്യർ പലതരത്തിലല്ലേ ചിന്തിക്കുന്നത്. സത്യം പറയാലോ, ഇങ്ങോട്ട് പോരുമ്പോ പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ മൂന്നേണ്ണെ കണ്ട് അമ്മയെ കാണാൻ സാധിക്കുമെന്നും കൂടി കേട്ടപ്പോ ഒരുപാട് സന്തോഷായി. സമാധാനവും സന്തോഷവും നമ്മുടെ തന്നെ മനസ്സിലാണ് മീര. അത് തേടി ഒരിടത്തും പോയിട്ട് ഒരു കാര്യമില്ല. സ്വയം വിചാരിച്ചാൽ മാത്രം നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇപ്പോ വിദ്യയുടെയും സൂരജിന്റെയും പേര് പറഞ്ഞ് മനസമാധാനം കളയുന്ന മീരയുടെ ബീനാമ്മയും അമ്മായിയും മക്കളുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും സന്തോഷത്തോടെ അനുകൂലിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ അവിടെ ഉള്ളൂ. അതെ, മൂന്നേട്ടൻ പറയുന്നത് ശരിയാ. പക്ഷെ ആളുകൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അതല്ലേ കുഴപ്പം. ഏതായാലും മീര വരൂ, നമുക്ക് അമ്മയും ഭഗവാനെ ഒരുമിച്ച് കാണാം. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം അപ്രതീക്ഷിതമായിട്ട് സാധിക്കാൻ പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. മീരവാ. ശാരദാമ്മേ, ഇതാരാന്ന് മനസ്സിലായോ? മീരമോളല്ലേ ഇത്? അതെ. മോളെ കുറിച്ച് മുകുന്ദൻ പറഞ്ഞു നന്നായി അറിയാം. മോളെ എപ്പോഴും കാണണമെന്ന് കരുതും. മുകുന്ദേട്ടൻ പറഞ്ഞ അമ്മയെ എനിക്കും അറിയാം. അമ്മയെ കാണാൻ ഞാൻ വീട്ടിലേക്ക് വരാൻ ഇരുന്നതാ, പക്ഷെ സാധിച്ചില്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനായിരിക്കും വിധി. എവിടെ വെച്ചായാലും കാണാനും പരിചയപ്പെടാനും പറ്റിയല്ലോ. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണുക അല്ലേ മോളെ? അതെ. മുകുന്ദൻ പറഞ്ഞതിനേക്കാളും സുന്ദരിയാവും മോള്. അതിന് ഞാനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് മോളെ കുറിച്ച് ചോദിക്കുമ്പോ മുകുന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ഊഹിച്ചെടുത്ത രൂപത്തെക്കുറിച്ചാ പറഞ്ഞത്. അപ്പ അതെന്റെ കുറ്റമല്ല. ശാരദാമ്മയ്ക്ക് കുറച്ചുകൂടി സുന്ദരിയായ മീരയെ സങ്കല്പിക്കാമായിരുന്നു, അല്ലേ മീര? ഒരാളെ പുറമേ കാണുന്ന സൗന്ദര്യത്തില് വലിയ അർത്ഥമൊന്നുമില്ല. ഉള്ളിലെ ഈശ്വരന്റെ തെളിച്ചം, അതാണ് പ്രധാനം. അത് മുഖത്തും കണ്ണുകളിലും പ്രകാശിക്കും. അത് വാക്കുകളിലും ഉണ്ടാവും, അല്ലേ മോളെ? അമ്മ പറഞ്ഞത് ശരിയായിരിക്കും. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എല്ലാം അറിയുന്നവരായിട്ട് മനുഷ്യരാരുമില്ല മോളെ. അങ്ങനെ ഒരാളുള്ളത് ഭഗവാൻ മാത്രമാണ്. അതെ. പിന്നെ മൂന്തേണ്ണും എല്ലാം അറിയാമേ. ഞാൻ എന്ത് കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ചാലും മൂന്തേണ്ണ അപ്പൊ തന്നെ മറുപടി ഉണ്ടാവും. മുകുന്ദൻ ശരിക്കും ഭഗവാൻ തന്നെയാ മോളെ. എനിക്ക് ജീവിതം തന്ന ഭഗവാൻ. ജന്മം കൊടുത്ത മക്കൾക്ക് പോലും വേണ്ടാതെ എന്നെ നടതള്ളിയതാ. അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മകന്റെ വാത്സല്യവും സ്നേഹവും കുറുമ്പും എല്ലാം തന്ന് ഈ വയസ്സുകാലത്ത് എന്റെ ഈ ജീവിതം ഇത്രയും മനോഹരമാക്കിയത് മുകുന്ദനാ.
ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മുകുന്ദന്റെ അമ്മയായി ജനിക്കാൻ സാധിക്കണമെന്നാ എന്റെ പ്രാർത്ഥന. അത്രയ്ക്ക് സന്തോഷത്തിലാ ഞാനിപ്പോ. ഓരോ നിമിഷവും നിറവോടെ ജീവിക്കുന്നതിലെ സുഖവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. ഇതിനെല്ലാം കാരണം മുകുന്ദൻ മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, മുകുന്ദൻ ഭഗവാൻ തന്നെയാണെന്ന്. അമ്മ പറഞ്ഞത് ശരിയാ. മറ്റാർക്കും ഇല്ലാത്തൊരു നിഷ്കളങ്കതയും നല്ല മനസ്സും മുകുന്ദേനുണ്ട്. എന്തോന്നും മിണ്ടാന്ന് ചിരിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അത് കേട്ട് ആസ്വദിച്ചങ്ങ് നിന്നതാ. സ്തുതികൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഭഗവത് നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ സ്തുതികൾ തന്നെയല്ലേ. അവരതിൽ സന്തോഷിക്കുന്നു, ഞാനിപ്പോ നിങ്ങൾ പറയുന്ന കേട്ട് സന്തോഷിക്കുന്നു. മുകുന്ദൻ ഇങ്ങനെയാ, എല്ലാം തമാശയാ. ജീവിതം അങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കണ്ടേ, അല്ലാതെ ആലോചനകളുടെ കുന്നുകൾ ഉണ്ടാക്കി അതിനിടയിൽ ഞെരുങ്ങി അങ്ങ് ജീവിക്കരുത്. മുകുന്ദേൻ അത് ഇടയ്ക്ക് പറയുന്നതാ, ജീവിതം അത്ര ദുർഘടം പിടിച്ച ഒന്നല്ല, നമ്മൾ ചിന്തിച്ച് അങ്ങനെ ആക്കാതിരുന്ന മതിയെന്ന്, അല്ലേ? അതെ. എനിക്കിപ്പോ ഭഗവാന്റെ കാര്യമല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. കിട്ടുന്ന സമയങ്ങളിൽ ഭാഗവതം വായിക്കുക, പുരാണം കേൾക്കുക. അതെവിടുന്നാ കേൾക്കുന്നേ? മുകുന്ദൻ ഫോണിൽ വെച്ച് തരും, അതങ്ങനെ കേൾക്കും. സംശയം വന്നാ മുകുന്ദൻ തന്നെ പറഞ്ഞു തരും. ഇടയ്ക്ക് ഞാനും വരാം. അമ്മയുടെ അടുത്തിരുന്ന് ഭാഗവതവും പുരാണവും ഒക്കെ എനിക്കും കേൾക്കാലോ. മോൾ ഉറപ്പായും വരണം. ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരം വായിക്കുമ്പോ എനിക്ക് മുകുന്ദനെ ഓർമ്മ വരും. മുകുന്ദന് പറ്റിയ ഒരു രുക്മിണിയെ കൂടി കിട്ടിയാ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു രുക്മിണി വന്നാലേ അമ്മായിയമ്മയും മരുമോളും ചേർന്ന് വഴക്കുണ്ടാക്കിയാലോ? അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട, അല്ലേ മീര? ഞാൻ ആരോടും വഴക്കുണ്ടാക്കില്ല മുകുന്ദ. അതെനിക്കറിയാം, പക്ഷെ അമ്മയോട് വഴക്കുണ്ടാക്കിയാലോ? എങ്കിൽ ഭഗവാൻ സുദർശന ചക്രം എടുക്കില്ലേ? ഇനിയിപ്പൊ ഞാൻ എന്തു പറയാനാ? പറയണ്ട, ഇക്കാര്യം പറയരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ശരി, ഇനി ഞാൻ പറയില്ല. മീരമോള് ഭഗവാനെ തൊഴുന്നില്ലേ? ഇല്ല, ആദ്യം അമ്മയെ കണ്ടിട്ടാവാന്ന് കരുതി. എങ്കി അങ്ങനെ ആവട്ടെ. ദേ, ഇത് ഞാൻ ഇവിടെ കെട്ടിവെച്ച തുളസിമാലയാ. ഇത് ഭഗവാന് സമർപ്പിച്ചോളൂ. ആ, ശരി അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാമേ. ഹലോ, ആരാ? അതെ, വിദ്യയല്ല, വിദ്യയുടെ അമ്മയാ സംസാരിക്കുന്നത്. എന്താ കാര്യം? ഓ, ആണോ? അവള് കുളിക്കുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ശരി. എന്താ തന്നെ? ആരാ വിളിച്ചത്? വിദ്യയുടെ കൂടെ റിസർച്ച് ചെയ്യുന്ന കുട്ടിയാ. ഒരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാ. ഇനിയെങ്കിലും ആ ഫോൺ തിരിച്ചു കൊടുത്തൂടെ? നമ്മുടെ സമ്മതമില്ലാതെ അവളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ സമ്മതം വാങ്ങിയിട്ടല്ലോ അവൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചത്. അതുപോലെ അവളുടെ വാക്കിന് വലിയ വിലയില്ലെന്ന് മനസ്സിലാവാൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യാ. അവൾ ഇത്രയും നാൾ പഠിച്ചത് വെറുതെ ആവരുത്. റിസർച്ചിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുക. ഒരു വാശിക്കെല്ലാം നശിപ്പിച്ചാൽ വൈകും വരെ വെള്ളം കോരിയിട്ട് കലവിട്ടുടച്ച പോലെ ആവും. വിദ്യ സൂരജിനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ മാത്രം ഞാൻ ഫോൺ വാങ്ങി വെച്ചത്, അല്ലാതെ അവളുടെ റിസർച്ച് അവസാനിപ്പിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഫോൺ വിദ്യക്ക് കൊണ്ടുപോയി കൊടുത്തൂടെ? ഒരാവശ്യത്തിന് ഒരാളെ വിളിച്ചിട്ട് വിദ്യ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മനോജറിന്റെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. ഞാനിവിടെ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ തോന്നുന്നില്ലല്ലേ? അതൊക്കെ എനിക്കറിയാലോ. തന്നെ ഞാനും ഇതേ അവസ്ഥയിലല്ലേ കടന്നു പോകുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? മക്കളോട് കൂട്ടുകാരെ പോലെ ഞാൻ പെരുമാറിയത്. എൻ്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് കുറ്റപ്പെടുത്താൻ ഞാനുണ്ട്. എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? മനോജറിന് വിദ്യ നിലയ്ക്ക് നിർത്തിക്കൂടെ? അവളുടെ ഇഷ്ടത്തിനെല്ലാം സാധിച്ചു കൊടുക്കുന്ന എന്തിനാ? ഞാൻ ഒന്നിനും സമ്മതിച്ചിട്ടില്ലെന്ന് നിനക്കറിയാം. മക്കളുടെ കണ്ണീര് വീഴാതിരിക്കാനും അവർക്ക് നല്ലത് വരാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്.
അല്ലാതെ എനിക്കൊന്നും നേടാനല്ല. മക്കളിങ്ങനെ തന്നിഷ്ടം കാണിക്കാൻ തുടങ്ങി നമ്മൾ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ടു പോവുള്ളൂ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു പോയി. ഇനി ഇതിനെങ്ങനെ പരിഹാരം കാണാൻ നോക്കാം. ഇപ്പൊ താൻ ഒരു കാര്യം ചെയ്യേ, ആ ഫോൺ അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവൾ ഫോൺ ചെയ്യട്ടെ, ബാക്കിയൊക്കെ നാം പിന്നെ നോക്കാം. താൻ അങ്ങോട്ട് ചെല്ല്. വിദ്യ, എന്താ നിന്റെ നിരാഹാരം ഒന്നും നിർത്താറായില്ലേ? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിടുന്നേ? ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഇനി നിന്റെ ഇഷ്ടത്തിലുള്ള ഇരുത്തോ നടത്തോ ഒന്നും നടക്കുമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയുന്നത് കേട്ട് ഇരുന്നോണം. എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരാളോട് ഇഷ്ടം തോന്നുന്നതും അയാളെ സ്നേഹിക്കുന്നതും ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? അതെ, സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ച് ഒരാളോട് ഇഷ്ടം തോന്നുന്നതേ തെറ്റ് തന്നെയാ.